അളവിനായിട്ട് ഈ ഒരു വയലറ്റ് കളറുള്ള വെള്ള ഡിസൈനുള്ള ടോപ്പാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പ് തയ്ക്കാനുള്ള ഷോള്. 2 മീറ്റർ നീളവും അത്യാവശ്യം വീതിയുമുണ്ട് ഈ ഷോളിന്. കട്ടിയുള്ളത് കൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. ഷോളിൻ്റെ അറ്റത്ത് 2 സൈഡിലും മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ സ്റ്റിച്ചെല്ലാം അഴിച്ചെടുത്ത് നന്നായി ഇസ്തിരിട്ട് നിവർത്തിയെടുത്തു. 2 മടക്കിൽ ടാബ്ലിന് മുകളിലിട്ട് അളവ് ടോപ്പും വെച്ച് 1 ഇഞ്ച് വിട്ട് വരച്ചെടുത്തു. അളവിൽ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പായിരുന്നു തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവിൻ്റെ അറ്റത്ത് അലാസ്റ്റിക്കാണ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്കിനുള്ള പീസും ഞാനിവിടെ വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നെക്കും ഷോൾഡറും എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട്. കൈയിൻ്റെ അറ്റത്ത് വെക്കാനുള്ള അലാസ്റ്റിക്കാണ് ഇത്. 8 ഇഞ്ച് നീളമുള്ള 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അലാസ്റ്റിക്കിൻ്റെ 2 അറ്റത്തും ഇതുപോലെ സേഫ്റ്റി പിൻ കുത്തിവെച്ച് കയറ്റി കൊടുക്കുക. എന്നിട്ട് 2 അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് സേഫ്റ്റി പിൻ അഴിച്ചെടുത്തു. ഇനി കൈക്കുഴി വെട്ടി കൈയിൻ്റെ പീസും ഒന്ന് ജോയിൻ ചെയ്യണം. എന്നിട്ട് ടോപ്പിൻ്റെ ഉൾഭാഗം ഇതുപോലെ വെച്ച് അളവ് ടോപ്പ് മുകളിൽ വെച്ച് വരച്ചെടുക്കുക. ഈ വരയുടെ മുകളിലൂടെ വേണം ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഷേപ്പെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്ത് 2 ടോപ്പും വെച്ച് നോക്കുമ്പം അളവെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിൻ്റെ സ്റ്റിച്ചിൻ്റെ അടുത്തുകൂടി ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുത്തു. അടിഭാഗം കറക്റ്റ് ചെയ്ത് വെട്ടിക്കൊടുത്തു. മടക്കി അടിച്ചു കൊടുത്തു. നന്നായി ഇസ്തിരിയിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ അലമാരയിലും ഉണ്ടാവും ഇതുപോലെ വെറുതെ ഇരിക്കുന്ന ഷോളുകൾ. ഒന്നെടുത്ത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.